അപ്പൊ എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായിട്ടോ ഇവര് ഒഴിവാക്കാണ്. ഇവര് ഒഴിവാക്കിയിട്ട് അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നമ്മളെ ഒഴിവാക്കുന്നതാണ് എന്ന് മനസ്സിലായി. കാരണം ചാച്ചൻ്റെ ഒരു സംസാരത്തിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു സംസാരം. വിളിച്ചിട്ട് പുള്ളിയാണ്, ചാച്ചനാണ് പറയുന്നത് ഇന്ന് വരണ്ട അച്ഛ, എൻ്റെ അച്ഛൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ അച്ഛനത് ശരി, അച്ഛനത് ഭംഗിയായിട്ട് മാനേജ് ചെയ്തെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓഹോ, അപ്പം അവർ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. എൻ്റെ അമ്മയുടെ വീട്ടിലെ മിക്ക ആൾക്കാരെ അറിയിച്ചു ഇത്. അപ്പൊ ആകെ ഒരു നാണക്കേട് പോലും കേട്ടോ. പിന്നെ എൻ്റെ വീട്ടുകാർ അപ്പൊ ഈ ഒരു ബന്ധം വേണ്ട, ഇനി ഈ ഒരു ബന്ധം ശരിയാവത്തില്ല, ഇനി ഒരു ബന്ധം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. കാരണം അവർക്ക് ഈ സ്വത്തൊന്നും ഇല്ലാത്ത. അപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞു അവർക്ക് സ്വത്തും മുതലൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടാത്തോണ്ട് അവർ കാണിച്ചു. അപ്പൊ നമുക്കും അത് വേണ്ട, ഇനി ഒരിക്കലും അത് സെറ്റ് ആവത്തില്ല, ഇനി ആ ഒരു ബന്ധത്തിന്റെ പുറകെ പോകണ്ട എന്ന് തന്നെ എന്നോട് കർശനമായിട്ട് പറഞ്ഞിട്ടോ. ചാച്ചനും അത് തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതായത് എൻ്റെ ഹസ്ബൻഡും എന്നോട് അത് തന്നെ പറഞ്ഞു. അവരുടെ വീട്ടുകാർക്ക് എൻ്റെ വീട്ടിൽ സ്വത്ത് മുതലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്ന് പുള്ളി കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് അന്നേരം പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇനി എന്താ തീരുമാനിച്ചതെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് തീരുമാനിക്കാനാ, സ്വത്ത് മുതലും ഇല്ലാത്തതുകൊണ്ടല്ലേ, ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഉണ്ടാവത്തൊന്നുമില്ല, ഞങ്ങളൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ, വിദ്യാഭ്യാസം എനിക്കേ ഉള്ളൂ, കക്കാനും മോട്ടിക്കാനൊന്നും ഞങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുമില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, നോട്ടച്ചടി ഒന്നുമില്ല. ഞങ്ങൾ സാധാരണ കുടുംബക്കാരാണ്, സാധാരണ ഒരു കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന വീട്ടുകാരാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. ഇത്രയും തന്നെ 2 പെൺകുട്ടികളെ പഠിച്ച് വലുതാക്കിയത് തന്നെ വലിയ കാര്യം. ആദ്യ സഹായം കൊണ്ടൊന്നുമല്ല, ആദ്യ സഹായമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എൻ്റെ അച്ഛൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ ഒരു കൊച്ചു വീടുള്ളത്. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ മേലിൽ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും പറയാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പൊ ഞാനും തീരുമാനിച്ചു ഓക്കെ അങ്ങനെയാണ് വേണ്ട എന്നുള്ള രീതി കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചാച്ചനോട് വിളിച്ചിട്ട് പറഞ്ഞു വീട്ടുകാരെ നിശ്ചയിച്ചിട്ട് ഈ കല്യാണം നടക്കും, നമ്മൾ രണ്ടുപേരും വിചാരിക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ആ ഒരു സമയത്ത് അറിയുകയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ ഞങ്ങളുടെ ജാതിയല്ല. അപ്പോ ഞങ്ങളുടെ വില്ലേജിനല്ലാത്തതുകൊണ്ട് അതും ഒരു വലിയ ഇഷ്യൂ ആയി. അപ്പോഴാണ് ഞാൻ അത് അറിയണത് തന്നെ. അവർക്ക്, അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് അവര് ഈ കല്യാണം നടക്കാത്തതിൽ ഒരു ന്യായം പറയുന്നതാണ്. എൻ്റെ വീട്ടുകാർ ഫുള്ളും, അതായത് എൻ്റെ കുടുംബക്കാർ ഫുള്ളും പള്ളി ചേർന്നാൽ മാത്രമാണ് ഈ കല്യാണം നടക്കത്തുള്ളൂ. അല്ലാത്തവരാരും ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. വേറൊരു റിലേഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഈ ലോകത്തിൽ ആരും കല്യാണം കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഞങ്ങൾ 2 പേരും കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഡിമാൻഡാണ് ഈ പറഞ്ഞത്. ഫസ്റ്റ് ഡിമാൻഡാ എൻ്റെ എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി അവരുടെ പള്ളിയിലോട്ട് ചേരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആണെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ചേരണമെന്ന്. അപ്പൊ അവർക്കറിയാം ഇതൊന്നും നടപടിയാവുന്നില്ല, ഈ ഡിമാൻഡ് ഒന്നും ഒത്തിട്ട് ഈ കല്യാണം നടക്കത്തില്ല, പിൻവാങ്ങിക്കോളും, ഞങ്ങളായിട്ട് തന്നെ പിൻവാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനത്തെ ഡിമാൻഡുകൾ ഇങ്ങനെ പറയുവാണ്. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായി ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഞങ്ങളും ഓക്കെ എന്നുള്ള രീതിയിൽ നിന്ന്. അപ്പൊ ചാച്ചനും തിരിച്ചു പോകും. ചാച്ചൻ ഈ ലീവോട് തന്നെ ചാച്ചൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ 2 വർഷം 3 വർഷം കഴിഞ്ഞാൽ വരത്തുള്ളൂ. പിന്നെ എനിക്കൊരു ഈ ഒരു ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രഷറായി. എല്ലാവരും അറിഞ്ഞു. അപ്പൊ ചെറുക്കൻ ഏതാന്ന് അറിഞ്ഞിട്ടില്ലല്ലോ, എവിടെ നിന്നൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് വേറെ ഏതെങ്കിലും ചെറുക്കനെ കണ്ടെത്തിയിട്ട് ഈ കല്യാണമായിട്ട് മുന്നോട്ട് തന്നെ പോകണം, ഈ ഒരു സമയത്ത് കല്യാണമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് എൻ്റെ വീട്ടുകാരൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കല്യാണം പോട്ടെ, വേറൊരു ചെറുക്കനെ കണ്ടെത്തണം എന്നാണ് തീരുമാനിച്ചത്. ഭയങ്കര ശബ്ദമാണ് കേട്ടോ ഇവിടെ കിടന്ന്. എൻ്റെ മൈക്കാണ് പോയി കേടായിപ്പോയി പെട്ടെന്ന്. അപ്പൊ അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, സോറി കേട്ടോ. അപ്പോ അങ്ങനെ ആ ഒരു വേറൊരു കല്യാണത്തിന് ഇനി മൂവ് ഓണാവാണ് കേട്ടോ. വേറൊരു കല്യാണ ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു കല്യാണാലോചന നോക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇരിക്കുവാണെന്ന് ഞാൻ ചാച്ചൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ തമ്മിൽ വിളിയും കോണ്ടാക്ട് ഒക്കെ നന്നായിട്ട് കുറഞ്ഞു. കാരണം എൻ്റെ വീട്ടിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു, ഞാൻ മസ്റ്റായിട്ട് ഫോൺ യൂസ് ചെയ്യേണ്ടാന്ന്. പിന്നെ ഞാൻ ജോലിക്ക് പോയിരുന്ന ജോലി അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യിച്ചു എന്നെ കൊണ്ട്. ഇനി നീ പോണ്ട അങ്ങനെയുള്ള ഒരു ഇതായിട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്, ഇങ്ങനെ എങ്ങും പോകാനൊന്നുമില്ല, നീ റിസൾട്ടും കാലത്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ചാച്ചൻ വിളിച്ചിട്ട് പറഞ്ഞത് നിനക്ക് ഇപ്പൊ വരാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വന്നാ കല്യാണം നടക്കും, അതല്ല എങ്കിൽ ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നീ വീട്ടിലിരിക്കും, വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് പോകേണ്ടി വരും, എന്നെ കല്യാണം കഴിക്കണം, ഈ സമയത്ത് നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നാൽ മാത്രം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ
കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷൻ കേട്ടോ. ഞാനും ചാച്ചനും പ്രിപ്പയർഡ് അല്ല ഇതിന്. ഇങ്ങനെ ഞങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചതല്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് വെക്കണമെന്ന് മാത്രമാണ് ആ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നുള്ളൂ. എൻഗേജ്ഡ് ആവാൻ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് എന്ന് വീട്ടുകാരും കൂടി സമ്മതത്തോടു കൂടി ഉറപ്പിച്ച് വെക്കണം, അതാണ് ഞങ്ങൾ മനസ്സുകൊണ്ട് ശരിക്കും ആഗ്രഹിച്ചത്. പക്ഷെ ഈ വീട്ടുകാർ കാരണം, അതായത് ചാച്ചന്റെ വീട്ടുകാർ കാരണമാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓടിത്തുള്ളി ഇങ്ങനെ കല്യാണം കഴിക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അന്ന് പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. ചാച്ചനാണെങ്കിൽ സമാധാനത്തോടെ തിരിച്ചു പോകേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമാധാനത്തോടുകൂടി നിൽക്കാൻ കഴിഞ്ഞില്ല, അവര് ഒരൊറ്റൊരാളുടെ ഡിസിഷൻ കാരണം കേട്ടോ. അങ്ങനെ ഞങ്ങള് ഒരു ദിവസം ചാച്ചനോട് പറഞ്ഞു, 7-ാം തീയതി 8-ാം തീയതി അങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറയുക നീ ഇറങ്ങിപ്പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 9-ാം തീയതി രാവിലെ ഞാൻ റിസൾട്ട് വന്നിട്ടുണ്ട്, റിസൾട്ട് നോക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട്, അന്ന് ഞാൻ എന്തോ GST എന്തോ പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഓൾറെഡി അതിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ആ GSTയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. മൂവാറ്റുപുഴയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് അന്ന് അമ്മ എന്നോട് കാല് പിടിച്ചു പറഞ്ഞു വരാന്ന് കൂടെ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ പോയിട്ട് ഞാൻ ഇപ്പം ഇങ്ങ് വരുമമ്മേ, 1 മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ട് തിരിച്ചു വരുമമ്മേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടോ. പോയി ഞാൻ പെരുമ്പാവൂര് KSRTC സ്റ്റാൻഡിൽ പോയി നിന്നു. അപ്പൊ ചാച്ചൻ വന്നിട്ടുണ്ട്. ചാച്ചന്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കസിൻ, ആ കസിനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവനും ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നേക്കുമ്പോ ചാച്ചൻ അവിടെ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ ചാച്ചൻ അവിടെ വന്ന് നിൽപ്പായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ബസ് വന്നില്ല, പത്തനംതിട്ടയ്ക്കുള്ള ബസ് വന്നേ ഇല്ല കേട്ടോ. അപ്പൊ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സംഗതി വഷളാവും. കാരണം എനിക്ക് ആ ബസ് സ്റ്റോപ്പിൽ പോകേണ്ട കാര്യമില്ല. ഞാൻ മൂവാറ്റുപുഴയ്ക്ക് പോകണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നെ അവിടെ വെച്ച് അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട പ്രശ്നമാവും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ആലുവയ്ക്ക് പോയി. പെരുമ്പാവൂരിൽ നേരെ ഞങ്ങൾ ആലുവയ്ക്കാണ് പോയത്. ആലുവ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പത്തനംതിട്ട ബസ് നോക്കിയിട്ട് അവിടെ നിന്നും ഇല്ല. ഇനി ഒന്നെങ്കിൽ ട്രെയിന് പോവാം, അങ്ങനെ ഓപ്ഷനാണ് ഉള്ളത്. അപ്പൊ ട്രെയിൻ ആ സമയത്ത് ഇല്ല. ഉണ്ടാവില്ലോ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ KSRTC ബസ്സിൽ നിന്ന് ഞങ്ങൾ നേരെ കോട്ടയത്തിന് ബസ് കയറി കേട്ടോ. കോട്ടയത്ത് ചെന്നിട്ട് പിന്നെ ഞങ്ങൾ ചെങ്ങന്നൂർക്ക് ബസ് കയറി. ചെങ്ങന്നൂർ എത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എനിക്കിതൊന്നും അറിയില്ല, ചെങ്ങന്നൂർ ഏതാ, കോട്ടയം ഏതാ, പത്തനംതിട്ട ഏതാ, എനിക്കൊന്നും അറിഞ്ഞൂടാ കേട്ടോ. എനിക്കങ്ങനെ സ്ഥലം അറിയത്തില്ല. ഞാൻ എറണാകുളം ജില്ല വിട്ട് പുറത്തോട്ട് പോയിട്ടില്ല. എൻ്റെ നാട് വിട്ടിട്ട്, ഞങ്ങളൊരു ഗ്രാമമല്ല പട്ടണമല്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇത് വിട്ട് ഞാൻ എവിടെയും പുറത്തു പോയിട്ടില്ല. എനിക്ക് ഇത് എങ്ങടാ കൊണ്ടുപോണേ, എന്താണ് സംഭവിക്കണേ എന്നൊന്നും അറിയില്ല. അപ്പൊ കോട്ടയത്ത് എത്തിയപ്പോ എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ചാച്ചൻ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഉണ്ട് അവള്, ഞങ്ങൾ രണ്ടുപേരും പത്തനംതിട്ടയ്ക്ക് പോവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എൻ്റെ അച്ഛൻ തിരിച്ചു കൊണ്ടുവന്നാക്കുക, അയ്യോ വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വഴക്കുണ്ടാവുന്നുണ്ട് ഇവര് തമ്മില്. നേരെ എൻ്റെ അച്ഛൻ വീട്ടിൽ വന്നിട്ട്, ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മേനും കൂടെ ഒക്കെ വിളിപ്പിക്കുന്നുണ്ട്. അമ്മയൊക്കെ കരഞ്ഞ് പറയുന്നുണ്ട്, തിരിച്ചു ഇങ്ങനെ കൊണ്ടുവന്നാക്കുക അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അതൊന്നും കേട്ടില്ല. നേരെ ഞങ്ങള് ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ ഞങ്ങള് പത്തനംതിട്ടയ്ക്കല്ല ഞങ്ങളൊന്ന് പോണേ, ചെങ്ങന്നൂർക്കാണ് പോകുന്നത്. ചെങ്ങന്നൂര് ചാച്ചന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ ബുധനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ SNDP മന്ദിരത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാരേജ് രജിസ്റ്റർ അല്ല, അവിടെ മാല ഇട്ടിട്ട് വിവാഹം നടത്തിയിട്ട് ഒരു പത്രത്തിൽ, എന്ത് പത്രമാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല, ഒരു പത്രത്തിൽ എഴുതി തരും നമുക്ക്, ഇങ്ങനെ കല്യാണം കഴിച്ചു, ഇന്ന ദിവസത്തിൽ ഇന്ന ആളെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്രികയാണത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയി. കല്യാണമൊക്കെ കഴിഞ്ഞു. അവിടെ ഒരു പൂജാരിയൊക്കെ ഉണ്ടായിരുന്നു. അവര് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചു, നിങ്ങൾ രണ്ടുപേരും മരണം വരെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമൊക്കെ ആയിട്ട് ജീവിക്കണം, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് വേണം ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പുള്ളി പറഞ്ഞ് ഞങ്ങളെ ഇതൊക്കെ ആക്കി. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ രണ്ടുപേരും കയ്യിൽ 10 പൈസ ഇല്ല കേട്ടോ. അപ്പൊ അവിടെ 10,000 രൂപ കൊടുക്കണം, ആ പത്രികയും ആ കല്യാണം നടത്തിയ ചെലവൊക്കെ ആയിട്ട്. അങ്ങനെ എൻ്റെ കഴുത്തിൽ ഒരു 1.5 പവന്റെ മാല എടുക്കണ്ട കേട്ടോ. അത് കൊണ്ടുപോയി ചാച്ചനല്ല പണയം വെച്ച്, ചാച്ചന്റെ ഫ്രണ്ടിന് വിട്ടിട്ട് അത് പണയം വെക്കാനാ കൊടുത്തത്. പക്ഷെ അത് വിറ്റിട്ട്, കാരണം അന്നത്തെ ഞങ്ങളുടെ ചെലവിന് വേണ്ടി ഒരു പൈസയൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല കേട്ടോ അന്ന്. കാരണം ഞാൻ ജോലി ചെയ്യുന്നതിന്റെ പകുതി വെച്ച് നിർത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഓൾറെഡി ഞാൻ ആകെ 2-3 മാസമാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ മാസത്തിന്റെ സാലറിയിൽ പകുതി ആ കൺസൾട്ടൻസി കൊണ്ടുപോയി, പിന്നെ ബാക്കിയുള്ള പൈസ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ എന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. 2 മാസം പോയി ആ ഒരു സാലറിയൊക്കെ ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ വിട്ടതുമില്ല.
അതിൻ്റെ ഇടയ്ക്ക് ചാച്ചനാണ് ഇപ്പോൾ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. അപ്പോൾ ചാച്ചൻ്റെയിലും പൈസയൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വിളിച്ചു കൊണ്ടുവരലും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എൻ്റെ കഴുത്തിലൊരു 1.5 പവൻ്റെ മാല എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വിറ്റിട്ടാണ്, പണയം വെക്കാനാണ് കൊണ്ടുപോയത്, പക്ഷെ വിറ്റിട്ടാണ് ഞങ്ങൾ ആ പത്രികയൊക്കെ എഴുതിക്കാൻ വേണ്ടി അവിടെ നല്ല പൈസ ചിലവുണ്ടായിരുന്നു കേട്ടോ. 10,000 രൂപയോളം അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഗുരുമന്ദിരത്തിൽ. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ നേരെ ചാച്ചൻ്റെ വീട്ടിലോട്ട് വരലാണ്. കാരണം അവിടെ വെച്ച് ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ആൾക്കാരൊക്കെ വന്ന്, കുറേ ആൾക്കാർ വന്ന് ഞങ്ങൾ ആ പുറത്തൊക്കെ വെച്ച് കണ്ടു, വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ആഹാരമൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് അന്നേരം കഴിച്ചു. ഒരു സമാധാനവും ഇല്ലാത്ത കഴിപ്പാണ് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നതിന് എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്താണ് ഇനി ഭാവിന്ന് എനിക്ക് അറിയില്ല. പിടിയെന്നായിപ്പോയില്ലേ, കല്യാണമൊക്കെ പിടിയെന്നായിപ്പോയി. നമ്മൾ ചിന്തിക്കുന്നേക്കാളും പെട്ടെന്നായിപ്പോയി കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു ആവേശത്തിന് ഇത് ചെയ്യുകയും ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഞാൻ ആ കിളി മാറി നിൽക്കുവാണ് കേട്ടോ. പിന്നെ ചാച്ചൻ്റെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞപ്പോഴൊക്കെ, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന അതേ സമയത്ത് ചാച്ചൻ്റെ വീട്ടിലും അവരെ അങ്കിൾമാരെ ആരണ്ടൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയേണ്ടത് തിരിച്ചു കൊണ്ടുപോയി വീട്, അല്ലെങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോയി കള, ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയൊക്കെ പറയണ വീട് പൂട്ടിട്ട് ഞാൻ പോവാണ്, നീ ഇങ്ങോട്ട് കയറി വരണ്ട, ഇങ്ങോട്ട് വരണ്ട, അവളെയും കൊണ്ട് വരണ്ട, എന്നെ കൊണ്ട് വരണ്ടാണ്, അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കള, അങ്ങനെയൊക്കെയാണ് പറയണത് അവർ. ഓൾറെഡി ഞാൻ എൻ്റെ വീട് മര്യാദക്കുന്ന എന്നെ ഇവരുടെ മോൻ വിളിച്ചിറക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ടുപോയി കളയാം. എന്നിട്ട് അങ്ങനെ കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോണിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടുകൊണ്ടിരിക്കണ്ടെന്ന് ഓർക്കണം. അപ്പോൾ എന്നിട്ട് ചാച്ചൻ പറഞ്ഞു ഞാൻ വരുവാ എന്ന് പറഞ്ഞിട്ട് ചാച്ചൻ്റെ വീട്ടിലോട്ട് തന്നെ വന്നു. ഞങ്ങൾ പത്തനംതിട്ട പന്തളത്തെ വീട്ടിലോട്ട് തന്നെ വന്നു കേട്ടോ. അവിടെ വന്ന് കുറേ ഒച്ചപ്പാടും വഴുക്കൊക്കെ. അപ്പൊ അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് അവിടെ. ചേട്ടനും ചേട്ടത്തി ഇല്ല കേട്ടോ. അവരുടെ വീട്ടിൽ, ചേട്ടത്തിയുടെ വീട്ടിൽ ആരുടെയോ കല്യാണത്തിന് അവർ പോയേക്കുവാണ്. ഇത് അറിഞ്ഞിട്ടാണ് പോയത്. സാധാരണ ചേട്ടനൊക്കെ ആണെങ്കിൽ അവിടെ നിൽക്കും. സാധാരണ സ്നേഹമുള്ളവരൊക്കെയാണെങ്കിൽ അനിയൻ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏതൊരാളാണെങ്കിലും അവിടെ നിൽക്കും. 2 ചീത്ത പറയാനാണെങ്കിലും നിൽക്കുമല്ലോ. ഇത് ആരണ്ടൊക്കെ വിളിച്ചിട്ട് വന്നു എങ്ങനെയും പോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് പുള്ളിയുടെ ആരും നോക്കിപ്പോയി. അന്നേ പെണ്ണ് വീട്ടുകാരോടാണെന്ന് തോന്നുന്നു അവർക്ക് വലിയ ഇതെന്ന് തോന്നുന്നു. നമ്മളോടൊന്നും ഒരു ഇതും ഇല്ല കേട്ടോ. ഒരു സ്നേഹമോ ഒരു കാര്യങ്ങളോ അന്നും ഇല്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് യാതൊരു സ്നേഹവും കാണിച്ചിട്ടില്ല കേട്ടോ. പുള്ളി അവിടെ നിന്നില്ല. പുള്ളിയുടെ ആരും നോക്കി പുള്ളിയുടെ ഭാര്യയുടെ വീട്ടിലോട്ട് പോവുക ചെയ്തത്. അങ്ങനെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അന്നൊരു നല്ല മഴയുള്ള ദിവസം, ഒരു 6-7 മണി ആയപ്പോൾ ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ ഭയങ്കര മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പം അയൽ വീട്ടിലെ ഒരു ചേച്ചിയും പിന്നെ 2-3 പേര്, അവരൊന്നും എനിക്ക് അന്ന് അറിയില്ല ആരാന്നൊക്കെ. അപ്പോൾ 5-6 പേരൊക്കെ അവരവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഇവരെന്നെ ചീത്ത പറയാ, അത് എന്നൊക്കെ പറഞ്ഞങ്ങ് ചീത്ത പറയാ. അപ്പം എൻ്റെ അച്ഛനെ വിളിച്ച് ഇവരുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം എടുത്ത വഴിക്ക് ഇവരുടെ അച്ഛൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ചോദിക്കുക, നിന്നെ പറഞ്ഞ് ഇറക്കി വിട്ടല്ലേ, എൻ്റെ മോൻ്റെ കൂടെ ഇറക്കി വിട്ടല്ലേ, ഒഴിവാക്കി വിട്ടതല്ലേ, നിന്റെ വീട്ടുകാരെ അറിഞ്ഞിട്ടല്ലേ, അങ്ങനെയൊക്കെ പറയും എൻ്റെ അടുത്ത്. നമ്മൾ ആകെ നിസ്സഹായരായിട്ട് ഒരാളുടെ കൂടെ ഇറങ്ങി ചെന്നേക്കുവാണ്. കല്യാണം ഇവർ നടത്താൻ ഞങ്ങൾ 2 പേര് വീട്ടിൽ അറിയിച്ച് പ്രോപ്പറായിട്ട് ഞങ്ങൾ പെരുമാറിയിട്ട് ഒരു തെറ്റും ചെയ്യാണ്ട് ഞങ്ങൾ വീട്ടിൽ അറിയിക്കാൻ ഈ ഇഷ്ടം ചെയ്തത്. എന്നിട്ട് ഇവരൊക്കെ കൂടി ഇങ്ങനെ ആക്കിയിട്ട് അവരെന്നോട് ചോദിക്കുവാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ എന്ന്. നിന്റെ ആവശ്യം എന്താ? എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കെട്ടിക്കാണ്ടിരിക്കുവാണോ, അല്ലെങ്കിൽ എനിക്ക് 2 മക്കളായിട്ട് ഞാൻ വീട്ടിലിരിക്കുവാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ സാധാരണ ഒരു പെൺകുട്ടിയെ, അന്ന് ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന സാധാരണ ഒരു പെൺകുട്ടിയാ, അല്ലാണ്ട് എനിക്ക് പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്നോട് എടുത്ത വഴിക്ക് അങ്ങനെ ചോദിച്ചത്. ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം ഒന്നും മിണ്ടാൻ പറ്റിയൊരു അവസ്ഥയല്ല. എൻ്റെ അച്ഛൻ മറുതലക്ക് ഫോണിലുണ്ട്. അപ്പൊ എൻ്റെ അച്ഛനും മിണ്ടാണ്ടിരിക്കും. അച്ഛന് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇപ്പൊ ഇവിടെ നടക്കണേന്ന്. ഞാൻ ഷോക്കായിപ്പോയി. ഒരിക്കലും ഒരു മകളുടെ മുമ്പിൽ വെച്ച് സ്വന്തം അച്ഛൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പെരുമാറരുത്. ഒരു അച്ഛനമ്മമാരും പെരുമാറരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പ്രായത്തിന്റെ അവിവേകം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ വാശി കൊണ്ടായിരിക്കും ഒരു മക്കൾ ഇറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സംഭവിക്കാനുള്ള സംഭവിച്ചു. എന്നാണല്ലേ നിങ്ങളുടെ ആ മകന്റെ ഭാര്യയാണ് അവര്. അപ്പൊ ആ ഒരു റെസ്പെക്റ്റോടു കൂടി, ഒരു ചെറിയ കുട്ടിക്കാണെങ്കിൽ പോലും അവരുടെ റെസ്പെക്റ്റോടു കൂടി തന്നെ നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കണം. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യം കൂടി ചോദിച്ചിട്ട് അവരെ നാണം കിടത്തി അപമാനിക്കുകയും ചെയ്യരുത്. ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും. എന്നിട്ട് കുറേ എന്നെ ചീത്ത പറഞ്ഞിട്ടോ. അപ്പൊ ഞാൻ ആ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അപ്പോഴാണ് ആ വീട് കാണുന്നത് തന്നെ. ഇരുട്ടത്താ, എനിക്ക് കറണ്ടും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ അന്നേരം. കാരണം മഴയായതുകൊണ്ട് കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇരുട്ടത്താണ്. വീടൊന്നും ശരിക്കും കണ്ടിട്ട് പോലും ഇല്ല.
അപ്പൊ നീ എൻ്റെ മോന്റെ ജോലി കണ്ടിട്ടല്ലേ, നീ എൻ്റെ മോൻ വെച്ച വീട് കണ്ടിട്ടല്ലേ, അങ്ങനെയൊക്കെ ഇവരങ്ങ് ചോദിക്കാൻ തുടങ്ങി. ഞാൻ ആകെ പകച്ച് ആകെ വേർത്തൊലിച്ച് ഞാൻ ആ ഒരു പരിവായി. ഞാൻ ആ സിറ്റ് ഔട്ടിൽ ഞാൻ അങ്ങ് ഇരുന്ന് പോയിട്ടോ. അപ്പൊ ആ തൊട്ടപ്പുറത്തൊരു വീട്ടിലൊരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു ചേച്ചി ഒരു അമ്മയാട്ടോ, ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു അമ്മയാ. അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാരല്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാനും ഇതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങി പോകുന്ന, അപ്പം എനിക്കറിയാം മോളുടെ മനസ്സിൽ ഇപ്പം എന്തൊക്കെയാ കടന്നു പോണേന്ന്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇപ്പോഴത്തെ ഒരു ആവേശത്തിന് അവർ പറയണേ, ഇപ്പം മോൾ ഇതെല്ലാം മിണ്ടാണ്ട് എന്ന് കേട്ടാൽ മതി, സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പം ഞാനും മനസ്സിൽ വിചാരിച്ചു, ഇതെല്ലാം മാറും, ഇപ്പോഴത്തെ ഒരു ഇതല്ലേ, ഇപ്പോഴത്തെ വാശിക്ക് അവർ പറയണ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, സമാധാനിപ്പിക്കുക, എന്നെ തന്നെ സമാധാനിപ്പിക്കുക. അപ്പൊ ചാച്ചൻ എന്നോട് പറഞ്ഞു, ഡ്രസ്സൊക്കെ എടുത്ത്, എൻ്റെ ബാഗിൽ ഒരു ജോഡി ഡ്രസ്സ് ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഡ്രസ്സ് എടുത്തിട്ട് എന്നോട് ഒരു കുളിക്കാൻ പറഞ്ഞു. ഞാൻ പോയി കുളിച്ച് ഞാൻ വന്നു. അപ്പൊ ഇരുട്ടത്താണ് കേട്ടോ. അപ്പൊ അവര് ആഹാരം വിളമ്പുവാണ്. ആഹാരം വിളമ്പിട്ട് ഞങ്ങൾ കൂടി തന്നു. അപ്പോഴൊക്കെ ചമറാന്ന് പറയണ്ട. അപ്പൊ എന്നോട് ചാച്ചൻ പറഞ്ഞിട്ട്, മൈൻഡ് ചെയ്യണ്ട, മിണ്ടണ്ട എന്നൊക്കെ പറയണ്ട. അപ്പൊ ചാച്ചന്റെ അനന്തരവൻ ഒരു പയ്യൻ അവിടെ ഉണ്ട്. അപ്പൊ ആ പയ്യൻ പോയിട്ട് എനിക്ക് വീട്ടിൽ കൂടെ രണ്ട് ചെരുപ്പും ടങ് ക്ലീനറും ബ്രഷും എല്ലാം മേടിച്ചു കൊണ്ടുവന്നു കേട്ടോ. രഹസ്യമായിട്ടാ തന്നെ കേട്ടോ അതൊക്കെ. ഞങ്ങളുടെ മുകളിലത്തെ റൂം അവിടേക്ക് എറിഞ്ഞിട്ട് തരുക ചെയ്ത്, ഞാൻ ഇപ്പോഴും ഓർക്കണ്ട്. അപ്പൊ ആഹാരമൊക്കെ ഇവരിങ്ങനെ ചറവറാണ് എന്തൊക്കെയോ പറയുവാണ്. അതെല്ലാം കേട്ടിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്ന് തല കുനിച്ചിരുന്ന് ആഹാരം കഴിക്കട്ടെ. കണ്ണീന്ന് കടുകടുകടുകടേന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുക. ഇനി ആരെങ്കിലും സ്നേഹിച്ചിട്ട് ഒളിച്ചോടാനൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ സ്നേഹിച്ച് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിൽ വെച്ചോളണം കേട്ടോ. ഈ ഒരു കാര്യം എൻ്റെ അനുഭവമാണ്, ഞാൻ പോയി എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞു തരണത്. നിങ്ങളിതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ഒരു അബദ്ധങ്ങൾ ചെന്ന് ചാടാനെ കൊണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ ചേടത്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മ പറഞ്ഞു തരണേട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വിചാരിച്ചോ. നമ്മൾ ആദ്യമായിട്ട് ഒരു കുഴിയിൽ പോയി വീഴുമ്പോൾ നമുക്ക് അറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ അനുഭവമാണ്. എനിക്ക് ഇതിനു മുമ്പ് വിവാഹം കഴിച്ചൊന്നും എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണിത്. എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതെല്ലാം അനുഭവിച്ച് ഞാൻ കരഞ്ഞു വിളിച്ച് പിന്നെ എനിക്ക് ആകെ അങ്ങോട്ട് ടെൻഷനായിപ്പോയി. ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ രാത്രി ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങിയെങ്കിലും തിരിച്ചെണിച്ച് വരാൻ എനിക്ക് പേടി. താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി എനിക്ക് അത്ര പേടിയായിപ്പോയി. എനിക്ക് അത്ര ഭയമായിപ്പോയി. ഞാൻ ആകെ പേടിച്ചു. അതിൻ്റെ അടുത്ത് ചേട്ടത്തിയമ്മ ഫോണിലൊക്കെ അമ്മായിമ്മനെ വിളിക്കുന്നുണ്ട്. അത് ചേട്ടന്റെ ഭാര്യ, എൻ്റെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവരവിടെ നിന്നോട്ടെ, അവര് എന്താ, അതായത് നമ്മുടെ അടുത്ത് ഔദാര്യം കാണിക്കും പോലെ അവരവിടെ വേണമെങ്കിൽ നിന്നോട്ടെ, നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ, കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളും, അല്ലെങ്കിൽ അവൻ എങ്ങോട്ടിൽ കൊണ്ടുപോയിക്കോളും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുക ചെയ്യുന്നു. അവളാരാ എൻ്റെ അടുത്ത് ഔദാര്യം കാണിക്കാൻ? അവളും ഞാനും ഇതുപോലെ തന്നെ. അവളെ ചിലപ്പോൾ കെട്ടിക്കൊണ്ടെന്നായിരിക്കും, എന്നെ വിളിച്ചുകൊണ്ടെന്നാണെങ്കിലും എനിക്കൊരു ഭർത്താവുണ്ട്, അവൾക്കൊരു ഭർത്താവുള്ള പോലെ എന്ന് പോലും ചിന്തിക്കാണ്ട് അവൾ എന്നെ എന്തൊക്കെയോ പറയുവാണ്. ഓക്കെ, ഞാൻ അതെല്ലാം കേട്ടിട്ട് മിണ്ടാണ്ട് മൗനമായിട്ട്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ അന്ന് അറിയില്ല, ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അത് ഞാൻ പിറ്റേ ദിവസമായപ്പോൾ എനിക്കങ്ങ് താഴോട്ട് ഇറങ്ങി വരാൻ പേടി. ഇവരൊക്കെ ഫേസ് ചെയ്യാൻ, ഇവർ ഇനി എന്നെ ചീത്ത പറഞ്ഞാണല്ലോ എന്ന് എനിക്ക് പേടി. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും പറയണ്ട, ഇപ്പം ഈ SNDP താലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ അമ്മായിമ്മക്ക് ഈ താലി മഞ്ഞച്ചരടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കല്ലിപ്പ് ഇളകിയിട്ടുണ്ടല്ലോ. ആ താലി പൊട്ടിച്ച് കളഞ്ഞു. എന്നോട് അതൊന്നും ഇവിടെ പറ്റത്തില്ല, ഈ വീട്ടിൽ അങ്ങനത്തെ ഒന്നും പറ്റത്തൊന്നുമില്ല, നീ ഇത്ര നാൾ അങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവും, ഇവിടെ ആ പരിപാടിയൊന്നും പറ്റത്തില്ല എന്ന് കുറെ എന്നെ പറഞ്ഞിട്ടോ. ഇവിടെ പള്ളിയും പ്രാർത്ഥനയൊക്കെയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ എന്നെ കുറെ അങ്ങ് ചീത്ത പറഞ്ഞേ. ഞാൻ ഓക്കെ ശരി. ഞാൻ എന്നാലും എനിക്ക് വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു കേട്ടോ, വീട്ടിൽ എങ്ങനെ പണികൾ എടുക്കണം. പക്ഷെ എനിക്ക് ഇടാനൊരു ഡ്രസ്സില്ല, മേടിക്കാൻ 10 പൈസയില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ എന്നെ മിസ്സിങ് ആണെന്ന് പറഞ്ഞ് വീട്ടുകാരുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതൊരു വഴിക്ക്. അവിടെ നിന്ന് എന്നെ പോലീസുകാർ വിളിക്കുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നു, എല്ലാം കൂടി ആയപ്പോൾ ഞാൻ സിം ഓടിച്ച് കളഞ്ഞു. എനിക്ക് തലയ്ക്ക് അമ്മാതിരി വെളിവില്ലാണ്ടായി തുടങ്ങി എനിക്ക്. അങ്ങനെ അയ്യോ, എനിക്ക് ഒരു ചെരുപ്പുണ്ടായിരുന്നുട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് ആ ചെരുപ്പിട്ടുണ്ടാ ഞാൻ വന്നത്. എനിക്കറിയില്ലല്ലോ, ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഊരിയിട്ടിട്ട് അകത്തോട്ട് കയറിപ്പോയി. ആ ചെരുപ്പാണ് ഈ പട്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ചെരുപ്പുമില്ല, വീട്ടിൽ കൂടെ ഇടാൻ ഡ്രസ്സില്ല. ആ ഇട്ട ഡ്രസ്സിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. ഞാൻ പുള്ളിമുറിയിൽ നിന്നിട്ട് 2 ഡ്രസ്സ് അലക്കി ഇട്ടിട്ട് വരെ ഇട്ടിട്ടുണ്ട് ഡ്രസ്സ്. ഞാൻ പുള്ളിമുറി ഡ്രസ്സ് ഇടാണ്ട് ഇങ്ങനെ ഇരിക്കും കുളിച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇത് ഉണങ്ങണ വരെ ഞാൻ, അന്ന് മഴക്കാലമാണ്, ആ ഉണങ്ങണ വരെ ഞാൻ ഇരുന്നിട്ടുണ്ട്, എനിക്ക് ഡ്രസ്സില്ല. എന്നിട്ട്
എന്നിട്ട് എൻ്റെ ആ മാല വിറ്റിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നല്ലോ, അതും വെച്ചിട്ട് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കുക ചെയ്ത്. കാരണം എനിക്ക് എറണാകുളത്തിൽ പോവുകയും ചെയ്യണം, പോലീസിൽ കേസ് കൊടുത്തിട്ടില്ല. അപ്പൊ അവിടെ പോയി ഹാജരായി ഒപ്പിട്ടിട്ട് എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരമാണ് വന്നതെന്ന് പറയുകയും ചെയ്യണം എനിക്ക്. അപ്പൊ അതിനൊക്കെ വേണ്ടി പൈസ വേണ്ടേ. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി മാറ്റി വെച്ചേക്കായിരുന്നു ആ പൈസ. അതുകൊണ്ട് അതിനകത്ത് നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും വാങ്ങിക്കാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഡ്രസ്സ് മേടിക്കാൻ പോയത്. അപ്പൊ എനിക്ക് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെന്നപ്പോൾ എൻ്റെ അമ്മായച്ചനൊക്കെ ചാച്ചനെ നോക്കുക, അയ്യോ ഇപ്പൊ അവനെ ഡ്രസ്സ് മേടിക്കാൻ കാശുണ്ടായി, അങ്ങനെ ഉണ്ടായി. അത് എൻ്റെ മാല വിറ്റിട്ടുണ്ടായ പൈസയാ, അല്ലാണ്ട് ആരുടെയും പൈസയല്ല അത്. കാരണം എൻ്റെ ഭർത്താവ് ഇത്രയും നാളും ഗൾഫിലായിരുന്നു, അയച്ചു കൊടുത്ത മൊത്തം അവർക്കാണ്, വേറൊരു സേവിങ്സ് എൻ്റെ ഭർത്താവിന് ഇല്ല. എനിക്കിത് ഒട്ടും അറിയില്ല, ഞാൻ പൊട്ടി. പൈസ വേണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഇവർ ചെയ്യുന്ന എനിക്കറിയില്ല. ഇങ്ങനെ വിളിച്ചു നിന്നപ്പോൾ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നോ ഇങ്ങനെ ദ്രോഹിക്കുന്നോ ഒന്നും അറിയില്ല. വാക്കുകൊണ്ട് എങ്ങനെയൊക്കെ ഒരാളെ കൊല്ലാവോ അതുപോലെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലെ. അന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ ഇവരുടെ എല്ലാം ഡ്രസ്സ് കഴുകും, എനിക്ക് അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട്, അവരെന്നെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരുടെയും, അച്ഛൻ്റെ, അമ്മയുടെ, ചേട്ടൻ്റെ, ചേട്ടത്തിയമ്മയുടെ വരെ അടിവസ്ത്രം വരെ ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ട്. കഴുകി ഉണക്കി മടക്കി ഞാൻ എടുത്തു വെക്കും. അന്നാപ്പോലും ഒരു നന്ദി വാക്കോ ഒരു സ്നേഹമോ ഒന്നും അവർക്ക് എന്നോടില്ല. അവർക്ക് അവരാകെ എന്നെ അങ്ങ് ഭരിക്കും. എല്ലാവരും കൂടി വന്നവരും പോണവരും എല്ലാവരും എന്നെ ഭരിക്കും. എനിക്ക് ഭർത്താവിൻ്റെ അടുത്ത് പോലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് പേടി, അയാളും അവരുടെ തന്നെ മോനല്ലേ. അപ്പൊ ഇവരെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ എന്താവും. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം അതുകൊണ്ട് പറയത്തില്ല. എന്നോട് ഇവരെന്തൊക്കെ ചെയ്താലും ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ മിണ്ടാണ്ട് നിന്ന് സഹിച്ചുകൊണ്ടിരിക്കും. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. ആഹാരം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ എന്നെ ഇങ്ങനെ തുറിച്ച് അങ്ങ് നോക്കാൻ തുടങ്ങും. അതായത് ഇവരുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ല. മാത്രമല്ല എല്ലാ സാധനങ്ങളും, പലഹാരങ്ങളായിക്കോട്ടെ, പല പല ആഹാരങ്ങളും ആ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. അവിടെ കൃഷിയൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ. അപ്പം ചക്ക വറുത്തതും കായ വറുത്തതും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം പാത്രത്തിലാക്കി അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ കയറ്റി അവരെടുത്ത് വെക്കും. ഒരു സാധനം പോലും പുറത്ത് വയ്ക്കത്തില്ല. ഒരു ദിവസം എനിക്കങ്ങ് വിശന്നിട്ട് എൻ്റെ ഭർത്താവ് അടുക്കളയിൽ ഈ ഒരു ചിപ്സ് എടുത്തുനിന്ന് എൻ്റെ റൂമിൽ വെച്ചു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അമ്മായിമ്മ, ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങളുടെ റൂമിൽ കയറി തപ്പി അത് കണ്ടുപിടിച്ചിട്ട് എൻ്റെ അമ്മായിമ്മയും അമ്മായച്ചനും പിന്നീട് ഒരു പലഹാരമോ ഒരു സാധനങ്ങളോ പുറത്ത് വയ്ക്കത്തില്ല. എല്ലാം അവരുടെ റൂമിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കും. അപ്പൊ പിന്നെ ഒരു ദിവസം എൻ്റെ ഭർത്താവ് കയറി തപ്പിയപ്പോൾ കണ്ടില്ല കേട്ടോ. പിന്നെ എന്തോ കാര്യത്തിന് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ എൻ്റെ ഭർത്താവ് കയറി എന്തോ കാര്യം നോക്കാൻ വേണ്ടി കയറിയതാ. അന്നേരം ആഹാര സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാണ്. അപ്പൊ എൻ്റെ ഭർത്താവിന് അത് മനസ്സിലായിട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തൊന്നുമില്ല, പുള്ളിക്കത് മനസ്സിലായി. പിന്നെ എൻ്റെ അമ്മായിമ്മ എന്തോ കുടുംബശ്രീ എന്തോ കാർഡോ കാര്യങ്ങളോ, ഞാൻ ഇന്ന വരെ അവരുടെ റൂമിലോട്ട് ഇന്ന വരെ കയറിയിട്ടില്ല കേട്ടോ. കയറി കഴിഞ്ഞാൽ എനിക്ക് പേടിയാ, അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. അന്ന് എന്തോ ഒരു കാർഡോ സാധനമോ കാണാണ്ടായി. ഞാൻ വന്നിട്ട് 4 ദിവസം പോലും ആയിട്ടില്ല. എന്തോ സാധനം കാണാണ്ടായെന്ന് പറഞ്ഞ് എന്നെ പറയാത്തതൊന്നുമില്ല. എന്നെ അങ്ങ് നിർത്തി, എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കള്ളിയാണെന്നോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ റൂമിൽ കയറിയിട്ട് പോലുമില്ല ഞാൻ. അങ്ങനെ ഞാൻ ആ വിപ്രാളത്തിൽ ഞാൻ നിന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് ഉടഞ്ഞു പോയി. ചെറിയ ഈ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അത് ഉടഞ്ഞു പോയിട്ട് 14 എങ്ങാണ്ടുള്ള ഗ്ലാസ്സാണ്. എന്നെ പറയാത്ത ഒന്നുമില്ല. നിന്റെ വീട്ടിൽ നിന്ന് ഒന്നാണോടി മറ്റോളെ മറിച്ചോളെ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ചീത്ത തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് സുഭിക്ഷം പോലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പോലും പറയാണ്ട്, കാരണം ഞാൻ പറഞ്ഞില്ല സിം ഓടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞല്ലോ, അവരെന്നെ കാണാൻ വന്നിട്ടോ എൻ്റെ അച്ഛനും അമ്മയും. ശരിക്കും സങ്കടം വേണ്ട എനിക്ക്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മ എന്നെ കാണാൻ വന്നു. ഏതൊരു മോളെയാണെങ്കിലും ഇത്രയും ദിവസമല്ലേ, പ്രായപൂർത്തിയ ഒരു കൊച്ചല്ലേ, എന്നെ കാണാണ്ടായപ്പോൾ അവർ ഇത്രയും ദിവസം എന്നെ നിന്ന് പിരിഞ്ഞു നിന്നിട്ട് പോലും എൻ്റെ അച്ഛനും അമ്മയും കാണാൻ വന്നിട്ട് എൻ്റെ അച്ഛനും. അപ്പം ഞങ്ങൾ വീട്ടിലില്ല, ഞാനും എൻ്റെ ഭർത്താവും വീട്ടിലില്ല, പുറത്തു പോയേക്കാം. ഞങ്ങൾ പള്ളിയിൽ പോയേക്കുക. വീട്ടിലിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പള്ളിയിൽ പോയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചു വിടും. വീട്ടിലിരിക്കത്തില്ല, ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന അവർക്ക് ഇഷ്ടവേ അല്ല. എവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല, ഹാൾ റൂമിൽ ഇരിക്കാൻ സമ്മതിക്കില്ല, ബാൽക്കണിയിൽ ഇരിക്കാൻ സമ്മതിക്കില്ല, പുറത്ത് സിറ്റ് ഔട്ട് ഉണ്ട് അവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. എവിടെ ഇരുന്നാലും അപ്പം എന്നെ ആട്ടിപ്പായച്ച് എന്നെ ഓടിച്ചു വിടും. ഭർത്താവ് വേറെ വഴിക്ക് ഓടിച്ചു വിടും. ഞങ്ങൾ രണ്ട് വഴിക്കിലോട്ട് തിരിച്ചു വിടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ എങ്ങനെ പോയിട്ട് ഒരുമിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ച്, ഇവിടെ ഇരിക്കത്തെ സമ്മതിക്കില്ല, പള്ളി പോകുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് വിട്ടേക്കാണ്. എന്നാൽ പള്ളിയിൽ എങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് പോയേക്കുക. ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ അച്ഛനും അമ്മയും വന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ വിളിക്കാൻ ഫോണും കാര്യങ്ങളൊന്നും എനിക്കില്ലല്ലോ.
അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലോട്ട് അവിടെ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, ദേ നിന്റെ അമ്മായച്ചനും അമ്മായിയും ഇവിടെ അവളെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്, വേഗം വാ, ഇവിടെ നിന്റെ അച്ഛനില്ല അവിടെ, അമ്മ, അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അവിടെയുണ്ട്, അവരെന്തൊക്കെയോ ചീത്ത വിളിക്കുവാണ്. അവർ വന്നപ്പോൾ വാതിൽ കൊട്ടി അടച്ചിട്ടു, കയറ്റുന്നില്ല, പുറത്ത് എവിടെയോ നിർത്തിയേക്കോ, ഞങ്ങൾ ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ പൂര വഴക്ക്. ആ ജില്ലയിലുള്ള സകല ആൾക്കാരും അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. റോഡിലേക്കൂടെ ബസ് പോണ റൂട്ടാണ്, അതിൽ കൂടെ ആ ബസ് വരെ നിർത്തിയിട്ട് ആൾക്കാർ ഇങ്ങനെ നോക്കിക്കുക. ഈ അമ്മ, അതായത് എൻ്റെ അമ്മായിമ്മ കിടന്ന് ആർത്തു ഉല്ലച്ച് കരങ്ങി അങ്ങ് കാറി ഇങ്ങനെയൊക്കെ പറയുക, അങ്ങനെ ഇങ്ങനെ ചീത്തയും തെറിയൊക്കെ വിളിക്കുക. എൻ്റെ അച്ഛനും അമ്മയോടെ മാറി നിന്ന് കരയുന്നുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഞങ്ങളൊരു ആക്റ്റീവയിലെ ചെന്ന്, എൻ്റെ ഭർത്താവ് അവിടെയിട്ട് അങ്ങ് ആക്റ്റീവ് അങ്ങ് അങ്ങ് ചെന്ന് വീഴ്ച, ഞാൻ വീണുപോയി, വീഴ്ത്തി അങ്ങ് പെട്ടെന്ന് ചാടി ഇറങ്ങി എൻ്റെ അമ്മേനെ, അവരുടെ അമ്മേനെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. എൻ്റെ അമ്മ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് എൻ്റെ അമ്മേനെ അച്ഛനും പിടിച്ചിട്ട് അകത്തോട്ട് കൊണ്ടുവന്നു, വാ നിങ്ങൾ വാ. അപ്പം എൻ്റെ അച്ഛനും പറഞ്ഞു, ഇല്ല ഇല്ല ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ മോളെ കാണാൻ വന്നാൽ ഞങ്ങൾ പോയിക്കോളാം, സാരില്ല, നിങ്ങൾ എപ്പോഴും സൗകര്യം കിട്ടുമ്പോൾ അങ്ങോട്ടൊന്ന് വായോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. കാരണം എൻ്റെ അനിയത്തിനെ വീട്ടിൽ തന്നേക്ക് എറണാകുളത്ത് തന്നേക്ക് ഇട്ടിട്ടാണ് എന്നെ കാണാൻ എൻ്റെ അച്ഛനും അമ്മയും വന്നേണത്. ഇവിടെ ഇപ്പം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 3 മണി 4 മണി ആയിട്ടുണ്ട്. ഇനി അവർക്ക് വീട്ടിൽ ചെല്ലണം. എത്ര മണിക്കായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ ചെന്നിട്ടുണ്ടാവുക? എന്നിട്ട് അവരവിടെ കിടന്ന് ഭയങ്കര ഷോപ്പ് കാണിച്ച്. അത് കഴിഞ്ഞപ്പോൾ, ആ പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായച്ചനോട് വന്നു, ഒരു വാക്ക് പോലെ, എന്താ നീ ഇവിടെ കാണിച്ച കൂട്ടിയത്? അവർ വന്നപ്പോൾ മിണ്ടാണ്ട് അകത്തേറ്റി നിന്നും ചായ വെള്ളം എന്തെങ്കിലും കൊടുത്ത് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ളതിന് നീ എന്താ കാണിച്ചതെന്ന് പോലും ഒരു വാക്ക് അവർ ചോദിച്ചില്ല. ഒരു വാക്ക് പോലും ചോദിച്ചില്ല. നീ എന്തോ കാണിച്ചേ അവരുടെ അടുത്ത്? നീ മിണ്ടാണ്ടിരുന്നൂടെ? നീ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കണം? അവരെ കെട്ടി മിണ്ടാണ്ട് അകത്ത് കയറ്റിക്കൊണ്ട് അവർക്ക് ചായ വെള്ളം എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ട് അവർ വെയിറ്റ് ചെയ്യിക്കുകയോ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? അവൻ വന്നിട്ട് എന്തെങ്കിലും ചെയ്തോളൂ, ഇല്ലെങ്കിൽ പോലും ഒരു വാക്ക് പോലും ചോദിച്ചില്ല. അപ്പോഴും ആ അമ്മായച്ചൻ അമ്മായിമ്മയ്ക്ക് സപ്പോർട്ടാണ് ചെയ്തത്. അതായത് ഒരു പെണ്ണിനെ ഒരുത്തൻ വിളിച്ചുകൊണ്ട് പോയി ആ വീട്ടിലോട്ട് അതായത് പെണ്ണിൻ്റെ അമ്മയും അച്ഛനും വന്നു കഴിഞ്ഞപ്പോൾ ആട്ടി ഓടിച്ച് അവരെ പായിച്ച് പുറത്താക്കി നിർത്തിയിട്ട് അത് അസലായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. അതിനൊക്കെ ഉപരി എന്നെ പോലെ തന്നെ അവിടെ കെട്ടിക്കയറിയ ഒരു പെണ്ണുണ്ടല്ലോ, അവളും ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങൾ, എൻ്റെ പ്രായം തന്നെ അവൾക്കും അറിയായിരിക്കുമല്ലോ ഒരു പെണ്ണിന് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടാവും, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാവും. എന്നെ വെറുതെ, അവൾക്ക് വീട്ടിലൊരു പണിയും ചെയ്യാൻ അറിയത്തില്ല, ഒരു പണി എടുക്കാൻ അറിയത്തില്ല. എനിക്ക് പണിയെടുക്കാൻ അറിയാവുന്ന എൻ്റെ സാഹചര്യം അങ്ങനെയാണ്ടാ. ചിലപ്പോൾ അവള് വല്ല കൊട്ടയെന്ന് ഇറങ്ങി വന്നായിരിക്കും, എനിക്കറിയത്തില്ല. അത് അവളുടെ സാഹചര്യമാണ്. എൻ്റെ സാഹചര്യം ഇതാണ്, എനിക്ക് വീട്ടിലെ പണികൾ എടുക്കാൻ അറിയാം. അപ്പോൾ ഇവൾക്ക് അമ്മ എന്തെങ്കിലും പറയുമ്പോൾ ഇവൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ അപ്പം തന്നെ എൻ്റെ കുറ്റം അങ്ങ് പറയും. 4 കുറ്റം പറയുന്നതോടെ അമ്മ ഫ്ലാറ്റ്. എൻ്റെ എന്തെങ്കിലും 4-5 കുറ്റം പറഞ്ഞാൽ മതി, അപ്പം തന്നെ അമ്മ ശരിയാലോ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി, അങ്ങനെ അവളങ്ങ് രക്ഷപ്പെടുവാന്ന് പതിവ്. അങ്ങനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കൊടുത്ത് അങ്ങ് രക്ഷപ്പെടും. അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് കളഞ്ഞു കേട്ടോ, ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ അനുഭവിച്ചത് എന്താണെന്ന് ഒരാളോടും പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഇന്നും എൻ്റെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ തോന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. എനിക്ക് സത്യം പറഞ്ഞത് പറയുമ്പോൾ എങ്ങനെ നെഞ്ചിൽ വേദന. എനിക്ക് ഇത് ഓർക്കുമ്പോഴും ഓർത്തെടുത്തെങ്കിൽ പറയുമ്പോഴും ഒരുപാട് സംഭവങ്ങൾ അതിനെ ചൊല്ലി ഇങ്ങനെ ഉണ്ടായി. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവം കൊണ്ട് സ്നേഹിക്കുന്നതും പ്രേമിക്കുന്നതും ഒക്കെ നല്ലതാണ്. സ്നേഹം കൊണ്ടും പ്രേമം കൊണ്ടും ഞങ്ങൾ തമ്മിൽ, എൻ്റെ ഭർത്താവും ഞാൻ തമ്മിൽ ഇന്ന് വരെ വഴക്കോ പിണക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വീട്ടുകാർ കാരണം അല്ലാണ്ട് വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 6 വർഷമായിട്ട് മാറി താമസിക്കുക. ഞങ്ങൾ ദുബായിലാണ്. ഇന്ന് വരെ ഹാപ്പി അല്ലാത്ത ഒരു മൊമെന്റ് ഞങ്ങളുടെ ഈ 6 വർഷത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ 5 മാസം കണ്ട നാട്ടിൽ ഒരുമിച്ച് നിൽക്കേണ്ടേ ഞങ്ങൾക്ക് വന്നിട്ടുള്ളൂ. അതല്ലാണ്ട് വേറൊരു സമയത്ത് ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നില്ല ആ വീട്ടിൽ. ഇന്ന് ഇങ്ങോട്ട് ഞങ്ങൾക്ക് സന്തോഷം അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രേമവിവാഹം കൊണ്ട് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ വീട്ടുകാരാണെങ്കിൽ കുഞ്ഞു മക്കളെ നിങ്ങൾ വെള്ളം കോരും. അത് ഓട്ടക്കലത്തിലുണ്ടല്ലോ വെള്ളം കോരുന്ന പോലെ ആയിരിക്കും. കാരണം അവർക്ക് കറക്റ്റായിട്ട് പൈസ വേണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് വിട്ടു. കല്യാണം കഴിഞ്ഞ് 20ാമത്തെ ദിവസം അവരെന്നെ ജോലിക്ക് പറഞ്ഞു വിട്ടു. ഒരു ജോലി അവിടെ എങ്ങാണ്ട് ഒരു അക്കൗണ്ടന്റിനെ വേണമെന്ന് പറഞ്ഞ് ഇവർ അന്വേഷിച്ച് പിടിച്ച് ജോലിക്ക് എന്നെ വിട്ടു അവര്. അപ്പം എന്നെപ്പോലെ തന്നെ ഒരു മരുമോൾ അവർക്ക് അവിടെ ഉണ്ട്, കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അവളെ വിടാണ്ട് അവളവിടെ കുത്തിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് അവളുടെ എന്നെ ആട്ടിപ്പായച്ച് ജോലിക്ക് വിട്ടിട്ട് ജോലിക്ക് പോയി. ഞാൻ 20 ദിവസമായപ്പോൾ തന്നെ 10,000 രൂപയ്ക്ക് ജോലിക്ക് പോയാൽ 20ാമത്തെ ദിവസം തന്നെ അവരെൻ്റെ സാലറി മേടിച്ചെടുത്തു. അങ്ങനെയൊക്കെ ഏത് അമ്മായിമ്മയ്ക്കും ഏത് അമ്മായച്ചനും പറ്റും. എന്നെ ദ്രോഹിച്ചതിന് കയ്യും കണക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഒളിച്ചോടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത്
ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും വിളിച്ചിറക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ദൈവം ആ പെൺകുട്ടികളുടെ കൂടെ നിങ്ങൾ നിൽക്കണം. അത് ഏത് സാഹചര്യമാണെങ്കിലും ആ പെൺകുട്ടികളുടെ കൂടെ നിൽക്കാം. അതുപോലെ പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ഇങ്ങനെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പോണ്ടി വന്നു കഴിഞ്ഞാൽ, ഇത്ര സ്ട്രഗ്ലിങ്ങിലൂടെ നിങ്ങൾക്ക് പോണ്ടി വന്നാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അവിടെ പോവുക, കംപ്ലൈന്റ് കൊടുക്കുക. അച്ഛനെ അമ്മേനെ ഉപേക്ഷിച്ച് ഞാൻ വന്നതാണ്, അപ്പൊ ഇനി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പരാതി പറയാൻ പറ്റത്തില്ല, അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ എന്തായാലും 18 വയസ്സ് കഴിഞ്ഞവരാണല്ലോ, അപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. ഇന്ന ആൾക്കാർ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ ഭർത്താവിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്, എൻ്റെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് മസ്റ്റായിട്ട് കംപ്ലൈന്റ് തന്നെ കൊടുക്കുക. അല്ലാണ്ട് കുടുംബ ബന്ധങ്ങളും ഉലഞ്ഞു പോകുമല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത്. ഞാൻ പ്രണയത്തിനോ അല്ലെങ്കിൽ പ്രണയ വിവാഹത്തിനോ ഒരിക്കലും എതിരല്ല. പക്ഷെ മതത്തിന്റെ പേരില് അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരില്, അതുപോലെ എന്തെങ്കിലും ചെറിയ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, മാതാപിതാക്കളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം, അത് സ്വന്തം മക്കളുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരും വ്യക്തികളാണ്. ഒരു മക്കൾ നമ്മുടെ തലയ്ക്ക് മുകളിലായിക്കഴിഞ്ഞാൽ അവരും വ്യക്തികളാണ്. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ദൈവത്തെ ഓർത്ത് ഉപദ്രവിച്ച് അവരുടെ ജീവിതം കൊളാക്കരുത്. എന്നെപ്പോലെ ഒന്നും പിടിച്ചു നിൽക്കാൻ ചില പെൺകുട്ടികൾക്ക് പറ്റിയെന്ന് വരില്ല, ആത്മഹത്യയൊക്കെ ചെയ്തു പോകും അവര്. ഞാൻ ഒരുപാട് അനുഭവിച്ച, അതുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രണയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എൻ്റെ സ്റ്റോറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് സങ്കടം ഞാൻ അന്ന് അനുഭവിച്ചു. ഇതൊന്നും അല്ല, എൻ്റെ ഓർമ്മയിൽ ഇതൊക്കെ വന്നുള്ളൂ, ഇതൊന്നുമല്ല. പിന്നെ ഇതിൽ കൂടുതൽ പറഞ്ഞ് എനിക്ക് ആരെയും നാണം കെടുത്താനും താല്പര്യമൊന്നുമില്ല. അത്രയും ഞാൻ അനുഭവിച്ചതാ. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ആ നാട്ടുകാർക്ക് ഫുള്ള് അറിയാവുന്നതാ, ആ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാ. ഇത് ആരെയും പറഞ്ഞ് ഇത് പറയുന്നതുകൊണ്ട് എനിക്ക് നാണക്കേടൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ അനുഭവിച്ച കഥകളാണ്. നിങ്ങൾക്ക് ഇതുപോലെ, നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ അനുഭവം വരാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം. എനിക്ക് വന്ന അനുഭവം നിങ്ങളുടെ മക്കൾക്ക് വരരുത്. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അഥവാ ഒളിച്ചോടി പോയെങ്കിൽ, പെൺകുട്ടികളുടെ വീട്ടുകാരാണെങ്കിലും കുറച്ചെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യണം. ഒളിച്ചോടി പോയില്ലേ, പോയതാണ് എന്നും പറഞ്ഞ് നിങ്ങളുടെ മക്കളല്ലാണ്ടാവുന്നൊന്നുമില്ല. അതുപോലെ ആൺകുട്ടികളുടെ പാരൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്, ആൺമക്കൾ എന്നാലും വാങ്ങൊഴിക്കും. അവരവരുടെ ഭാര്യനെ സ്നേഹിക്കും, അവരവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും എന്നും പറഞ്ഞ് നിങ്ങളോട് സ്നേഹം ഇല്ലാണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ചില പ്രവൃത്തികൾ കൊണ്ട് ആ മനസ്സിലുള്ള സ്നേഹം ഇല്ലാണ്ടാക്കരുത്. വെറുപ്പ് വെറുതെ സമ്പാദിക്കരുത്. പെൺകുട്ടികളുടെ എല്ലാം കയറി വന്ന മക്കളായിട്ട് കാണണ്ട, നിങ്ങൾ മരുമക്കളായിട്ട് മസ്റ്റായിട്ട് കാണാം. മരുമക്കളായിട്ട് കണ്ടാൽ മതിന്നേ, ഒരു റെസ്പെക്ട് കൊടുക്കാം. മരുമക്കളാണ്. മകൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് എടാ പൊട പൊട്ടകളാന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ അവർക്ക് അവരുടെ സ്പേസ് കൊടുത്തിട്ട് നമ്മൾ പെരുമാറാം. നമ്മളൊരു മൂലക്കോട്ട് മാറി നിന്നോളണം. എല്ലാത്തിനും മെയിൻ ഞാനാണെന്ന് പറഞ്ഞിട്ട് പഴയതുപോലെ എല്ലാത്തിനും താക്കോൽ എൻ്റെ കയ്യിൽ വേണം, ഭരണം എൻ്റെ അടുത്താണ് എന്ന് പറയണ്ട. ഇത് എന്ത് പാർട്ടിക്കാരെ വലുതാണ്, ഭരണം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ലോകം വിട്ടുപോകുമെന്ന് വിചാരിക്കാൻ അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. ഭരണം ആരുടെ കയ്യിൽ ഇരുന്നാലും എന്താ, കഞ്ഞി കുടിച്ച് എല്ലാവർക്കും കഴിയണം. ആ വീട്ടിൽ എല്ലാവരും പണിക്ക് പോകണം മെയിനായിട്ട്. പിന്നെ ചേട്ടനും അനിയനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും സൂക്ഷിച്ചോളൂ പെൺകുട്ടികളെ. ചേട്ടൻ പണിക്ക് പോകുന്നതാണോ, ചേട്ടൻ്റെ കുടുംബമൊക്കെ ആണെങ്കിൽ ചേട്ടൻ പണിക്ക് പോകുന്നുണ്ടോ, ചേട്ടത്തിമ്മ പണിക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ സൂക്ഷിച്ചോളണം. കാരണം ഈ അനിയൻ്റെ, അതായത് നമ്മുടെ ഭർത്താവിൻ്റെ ചിലവ് പറ്റി കഴിയുന്നവരായിരിക്കും ഈ പറയുന്ന ചേട്ടനും ചേട്ടത്തിയമ്മയും. നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ നല്ല പാട്, ഇവറ്റകൾക്കൊക്കെ തീറ്റ കൊടുക്കാനാണ് ഏറ്റവും വലിയ പാട്. ഞാൻ അനുഭവിച്ചു വന്ന ഏറ്റവും വലിയ പാടായിരുന്നു ആ കാലഘട്ടത്തിൽ. എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് ജോലി ഉണ്ടായിരുന്നു, ജോലിയും കളഞ്ഞുകൊണ്ട് ആൾ നാട്ടിൽ കല്യാണം കഴിക്കാൻ വന്നു. ആദ്യം പിന്നെ അയാൾ ജോലിക്കും പോയിട്ടില്ല. 2018, 19, 20, 22, 23 വരെ കണ്ട അയാൾ ജോലിക്ക് പോയിട്ടില്ല. ഇപ്പം കണ്ട് ജോലിക്ക് പോകണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇപ്പം ഞാൻ കോണ്ടാക്ട് ഒന്നുമില്ല. ഭാര്യ ഇന്നുവരെ പണിക്ക് പോയിട്ടില്ല. ആ ചേട്ടത്തിമാന്ന് പറഞ്ഞ സ്ത്രീ ഇന്നുവരെ പണിക്ക് പോയിട്ടില്ല. എന്തോ നേഴ്സ് എന്നാണ്ടാന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചതാ, എന്തോ പറ്റിപ്പേര് കണ്ട് പറ്റിയതാ. നേഴ്സൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് വരെ. 6-7 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ഒരു 8 മാസം മുന്നാണ് കല്യാണം കഴിഞ്ഞ അവരുടെ. ഇന്ന് വരെ ജോലിക്ക് പോയിട്ടില്ല. വെറുതെ തിന്ന് മെയ്യനങ്ങാണ്ടിരിക്കുവോ ആൾക്കാരുടെ കുറ്റവും പറഞ്ഞിട്ട്. എന്താ ഗുണമുള്ളത്? പെൺകുട്ടികൾക്ക് ഇപ്പൊ വേണ്ടത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം വേണം, അതുപോലെ തന്നെ ഒരു ജോലി വേണം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ എന്തെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളണം. സത്യം പറഞ്ഞാൽ ഈ ജോലിയുള്ളവർക്കുണ്ടല്ലോ അതിനൊന്നും സമയമില്ല എന്നുള്ളതാ.
എനിക്കൊന്നും ഇന്ന ഈ കാര്യങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ അയ്യോ അവൾ അങ്ങനെ കാണിച്ചു അവളും ഇങ്ങനെ കാണിച്ചൊന്നും പറയാൻ സത്യം പറഞ്ഞാൽ സമയമില്ല. പക്ഷെ എൻ്റെ ചേട്ടത്തിയമ്മയൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ നേരം വെളുക്കും പോലെ വൈകുന്നേരം വരെ നമ്മളെ നോക്കിയിരുന്ന് കുറ്റം കണ്ടെത്തിയിട്ട് അമ്മായിമ്മ അടുത്ത് പോയി പറയും. എന്നിട്ട് അവിടെ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കണത്തിലാണെങ്കിൽ അവിടെ അങ്ങ് പുകച്ച് വേരിച്ച് മണ്ണെണ്ണയും പെട്രോളും ഫുഡ് ഓയിലും എല്ലാം കൂടി ഒഴിച്ച് കത്തിച്ച് ആ പ്രശ്നമാക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെയൊന്നും നിങ്ങളാണെങ്കിൽ ആവരുത് കേട്ടോ. നിങ്ങളൊരു കുടുംബത്തിലെ ചേട്ടത്തിയമ്മയൊക്കെ ആണെങ്കിൽ ചേട്ടത്തിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ്. അപ്പം ആ ഒരു പ്രായമില്ലെങ്കിലും ഇച്ചിരി പക്വതയോടുകൂടി പെരുമാറുക. ചേട്ടത്തിയമ്മയ്ക്ക് ഒരു അമ്മ ഉണ്ടാവുമല്ലോ, ഇവർക്ക് പക്വത ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. മോളെ നിനക്ക് പക്വത ഇല്ലാണ്ടാണ്, നീ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക, നിന്നെ പോലെ തന്നെ വന്നേനെ അവള് ആ പെങ്കുച്ചിന് അതിൻ്റെതായ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തെ ഓർത്ത് പറഞ്ഞു കൊടുക്കുക. കൈ തോന്നുന്നത് ഞാൻ പറയുക. ഇപ്പോഴും നിലവിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോഴും വീടൊക്കെ പണിഞ്ഞ എൻ്റെ ഹസ്ബൻഡാണ്, വീട് പണിഞ്ഞതും ലോൺ എടുത്തതും എല്ലാം എൻ്റെ ഹസ്ബൻഡാ. ഇപ്പോഴും അവരവിടെ ഒരു പണിക്ക് പോകാണ്ട് തിന്നു കുടിച്ച് അവിടെ തന്നെ കഴിയുന്നുണ്ട്. 70-80 വയസ്സുള്ള അച്ഛനെ പണിക്ക് വിട്ടങ്ങാണ്ട കഴിയണേന്ന് തോന്നുന്നു. കൊച്ചൊക്കെ ഉണ്ട്, ഒരു കൊച്ചങ്ങാണ്ടും ഉണ്ട്. കൊച്ചുണ്ടായതൊന്നും ഞങ്ങൾ അറിയിച്ചില്ല കേട്ടോ, കൊച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പം ഞങ്ങൾ തമ്മിൽ കണക്ഷനോ കാര്യങ്ങളൊന്നുമില്ല, സംസാരിക്കാറൊന്നുമില്ല. ഇപ്പോഴും ഞങ്ങൾ പണിഞ്ഞ വീട്ടിൽ ഞാൻ ഇപ്പോഴും ലോൺ അടയ്ക്കുന്നത് ഞാനാട്ടോ. ഇവിടുന്ന് നമ്മളിപ്പോൾ ദുബായിൽ നിൽക്കുന്ന ദുബായിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ആ വീട്ടിൽ ലോൺ എടുക്കാൻ വേണ്ടി കൊടുത്ത ആ പൈസ പലിശയുടെ പലിശയൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് പൈസ അയച്ചു കൊടുത്ത് അത് സെറ്റിൽ ചെയ്തത്. ആ പലിശ ഇപ്പോഴും ഞാനാണ് ഇവിടെ അടച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഔദാര്യത്തിൽ തന്നെ കിടന്നിട്ട് എനിക്കിട്ട് തന്നെ പാര വയ്ക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്ക് ഇപ്പോഴും. ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ പ്രണയകഥയും എൻ്റെ ജീവിതകഥയും കേട്ടോ. ഇതൊന്നും അല്ല, ഇതിനപ്പുറമുണ്ട്. പക്ഷെ പെൺകുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ലൈഫ് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഒരു ചേച്ചിയായിട്ട് മാത്രം കണ്ടിട്ട് ഇത് കേൾക്കുക. നിങ്ങൾ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്നുണ്ടെങ്കിൽ അപ്പം കാണുന്ന ലൈഫല്ല, അപ്പം കാണുന്ന സ്നേഹം മാത്രമല്ല ജീവിതം ഒരുപാടുണ്ട്. അപ്പം എല്ലാവർക്കും, പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാനിരിക്കുന്നവർക്കും ഒളിച്ചോടാനിരിക്കുന്നവർക്കും കല്യാണം കഴിച്ചവർക്കും എല്ലാവർക്കും നല്ലൊരു ജീവിതമായിരിക്കട്ടെ, സന്തോഷം സമാധാനം നിറഞ്ഞൊരു ജീവിതം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.